നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുന്നയെയാണ്. ആയുർവേദത്തിൽ വാതരോഗങ്ങൾക്കൊക്കെ പുറമേ പുരട്ടാനുള്ള എണ്ണയായിട്ടാണ് ഇത് ഉപയോഗിച്ചു വരാറുള്ളത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഡോംബോ ഓയിൽ എന്ന പേരിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. ഗെട്ടിഫെറേ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാലോഫില്ലസ് ഇന്നോഫിലം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ പുന്നക, നമീരുക, പഞ്ചകശേരു എന്നൊക്കെയാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഫലത്തിൻ്റെ വലിപ്പ വ്യത്യാസമനുസരിച്ച് പുന്നയെന്നും ചെറുപുന്നയെന്നും രണ്ടിനങ്ങളുണ്ട്. ചെറുപുന്നയുടെ ഫലം വളരെ ചെറുതായിരിക്കും. എന്നാൽ ഇത് വളർന്നു വരുമ്പോൾ ചെറുപുന്നയാണ് വലിയ വൃക്ഷമായി മാറാറുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററോളം ഉയരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാലാവസ്ഥകളിലും ഈ പുന്ന വളർന്നു വരാറുണ്ട്. കേരളത്തിലെ തീരപ്രദേശങ്ങളിലും ഇത് കാണാറുണ്ട്. 12 മീറ്ററോളം ഉയരത്തിൽ വരുന്ന ഒരു ഇടത്തരം വലിപ്പമുള്ള നിത്യഹരിത വൃക്ഷമാണ് പുന്ന. ഇതിൻ്റെ തടിക്ക് ഇരുണ്ട ചാര നിറമാണുള്ളത്. വളരെ മിനുസമാർന്നതാണ് ഇതിൻ്റെ തടി. വളരെ കട്ടിയുള്ള തണ്ടും ഇലകളുമാണ് ഇതിനുള്ളത്. 17.5 സെൻറ്റിമീറ്റർ നീളവും 7.5 സെൻറ്റിമീറ്റർ വരെ വീതിയുമാണ് ഇതിൻ്റെ ഇലകൾക്കുണ്ടാവുക. ഒരു മങ്ങിയ പച്ച നിറത്തോടു കൂടിയിട്ടുള്ള ഇതിൻ്റെ ഇലയുടെ അഗ്രഭാഗം ഉരുണ്ടാണിരിക്കുന്നത്. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതും വെള്ള നിറത്തോടും കൂടിയതാണ്. അത് നല്ല സുഗന്ധവുമുള്ളതാണ്. ആൺപുഷ്പങ്ങളും പെൺപുഷ്പങ്ങളും വെവ്വേറെയായിട്ടാണ് കാണപ്പെടുന്നത്. പുന്നയുടെ ഫലം ഉരുണ്ടാണിരിക്കുന്നത്. ഏകദേശം 3.5 സെൻറ്റിമീറ്ററോളം വ്യാസമാണ് ഇതിനുള്ളത്. അതിൻ്റെ ഉള്ളിൽ പുന്നയുടെ ആ പുറന്തോലി മാറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുരുവായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലെ വെളുത്ത പരിപ്പിൽ നിന്നാണ് പുന്ന എണ്ണ നമ്മൾ എടുക്കാറുള്ളത്. കാലോഫിലോയിഡ്, കാലോഫിലിക് ആസിഡ്, ഇനോഫിലോയിഡ് എന്നീ രാസഘടകങ്ങളാണ് ഇതിൻ്റെ എണ്ണയിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് വേദന ശമിപ്പിക്കുവാനുള്ള കാരണവും. ഇതിൻ്റെ ഫലത്തിൻ്റെ പുറംതൊലിയിലും തടിയിലുമൊക്കെ ഒരു കറയുണ്ട്. അത് വ്രണത്തെ ശമിപ്പിക്കുവാനായി ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ഇതിനെ അതിസാരത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇതിലെ കാലോഫിലോയിഡ് എന്ന രാസഘടകം ഹൃദയത്തിൻ്റെ ധമനികളെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ പുന്ന അല്ലെങ്കിൽ ചെറുപുന്നേരി എന്ന് പറയും, അരിയാറാതിയിൽ പെട്ടതറിയും. ഇതിൻ്റെ കൊടുക്കുന്ന ഒരു തൈലമുണ്ട്. ആ തൈലമാണ് ഏറ്റവും അധികം അതിൻ്റെ ഉപയോഗം. കാരണം അതിൻ്റെ തൈലത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഏറ്റവും മൈന്യൂട്ട് സ്രോതസ്സിലടക്കം ഇതെത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൃദയ ധമനിയിലും അതുപോലെ രക്തക്കൊള്ളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഇത് ഇല്ലാണ്ടാക്കും. മാത്രമല്ല ഇത് തലച്ചോറിലെത്തി തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ ഈ IBS എന്നൊരു രോഗമുണ്ട്, ഇറിറ്റേറ്റീവ് ബൗൾ സിൻഡ്രോം. അതായത് പെട്ടെന്ന് ഇങ്ങനെ വയറിങ്ങനെ ഇളകിപ്പോവുക. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇതിൻ്റെ ഈ തൈലം ഒരു 10 തുള്ളി ദിവസേന 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിൽക്കും. പിന്നെ പൊതുവെ ഇതിൻ്റെ ഈ വാതശമനം എന്നൊരു ഗുണമുണ്ട്. അത് ഈ വേദന ഉള്ള കണ്ടീഷനിൽ ഈ ഇതിൻ്റെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും.